നമസ്കാരം. വേനൽക്കാലമായി കഴിഞ്ഞാൽ നന്നാരി സർബത്ത് കുടിക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല അല്ലേ? എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള കാര്യമാണ് നന്നാരി അല്ലെങ്കിൽ നറുനീണ്ടി സർബത്ത് കുടിക്കുക എന്നുള്ളത്. അപ്പം എന്താ അപ്പോൾ ഈ നറുനീണ്ടിയുടെ വിശേഷം എന്നുള്ളത്? സത്യത്തിൽ എല്ലാവരും രുചിയും പെട്ടെന്നുള്ള ദാഹം തീർക്കുക എന്നുള്ള നിലയിലാണ് നറുനീണ്ടിയുടെ ജ്യൂസ് അല്ലെങ്കിൽ സർബത്ത് കഴിക്കുന്നത് എന്ന് വെച്ചാലും അതിൻ്റെ ഗുണം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. ഇതാണ് നന്നാറി അല്ലെങ്കിൽ നറുനീണ്ടി എന്ന് നമ്മൾ പറയുന്ന നറുനീണ്ടിക്കിഴങ്ങുണ്ടാവുന്ന ചെടി. ഇതിനെ നമ്മൾ ഇംഗ്ലീഷിൽ സർപ്പറില്ല എന്ന് പറയും. ഹിന്ദിയിൽ സൽസ എന്നാണ് ഇത് അറിയപ്പെടുക. ഇനി സംസ്കൃതത്തിലാവട്ടെ ഇതിനെ ഗോപകന്യക എന്ന് വരെ വിളിക്കും. ഇത് കൂടാതെ പിന്നെയും പേരുകളുണ്ട്. ശാരിബ, ഗോപകന്യക, അനന്തമൂല, അങ്ങനെ നിരവധി പേരുകളിൽ സംസ്കൃതത്തിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇതിനെല്ലാം അപ്പുറം ഇത് ആയുർവേദ മരുന്നുകളിൽ ഉപയോഗിക്കുന്ന ഒരു വിശേഷപ്പെട്ട കിഴങ്ങ് വർഗത്തിൽപ്പെട്ട ചെടിയാണ് നന്നാറി. ഇനി എന്താ അപ്പോൾ ഈ നന്നാറിയുടെ വിശേഷം എന്നും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വള്ളിച്ചെടിയാണ്. ഇന്ത്യയിൽ ധാരാളമായിട്ട് കണ്ടുവരുന്ന വള്ളിച്ചെടിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് നട്ടുകഴിഞ്ഞാൽ ആഴത്തിൽ വേരൂന്നിപ്പോവും. ഇപ്പോൾ വേനൽക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ ചെടി ഉണങ്ങിപ്പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളിത് നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് പേടിക്കേണ്ട കാര്യമില്ല. ആ വേരവിടെ കിടപ്പുണ്ടെങ്കിൽ അടുത്ത മഴയിൽ അത് കിളിർത്ത് വന്നുകൊള്ളും. അപ്പോൾ ഇത് ഒരു വള്ളിച്ചെടിയാണ്. ഇനി ഈ വള്ളിച്ചെടിയുടെ തന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ രണ്ടറ്റത്തായിട്ട് ഓരോ ഇലകൾ, പിന്നെ ഇങ്ങനെ അകലം വിട്ട് എതിർവശത്തേക്ക് 2 ഇലകൾ, അങ്ങനെയാണ് ഈ വള്ളിച്ചെടി പോവുക. കുറേ ഭാഗത്ത് ഇലകളില്ലാന്നും വരും. ഇത്രയും അകലം വിട്ട് കയറിപ്പോവും. ഒരു വലിയൊരു മരത്തിൻ്റെയോ മറ്റോ ചോട്ടിൽ വെച്ചാൽ നല്ലോണം കയറിപ്പോവും. നമുക്ക് ആവശ്യത്തിനുള്ള നറുനീണ്ടിക്കിഴങ്ങ് ഇതിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് കിട്ടുകയും ചെയ്യും. പെട്ടെന്നൊന്നും നശിച്ചു പോകുന്ന ചെടിയല്ല നന്നാറി. ഇനി എന്താ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഔഷധ സസ്യങ്ങളെ പറ്റി പറയുമ്പോൾ ഇന്ന രാഷ്ട്രങ്ങളിലാണ് അത് കൂടുതൽ കാണാൻ പറയും. ശരിക്കും പറഞ്ഞാൽ 1831 ഡോക്ടർ ആഷ് ബർണർ ഈ ശതാവരി ചെടിയെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുമ്പോഴാണ് മറ്റു ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഇങ്ങനെ ഒരു ഔഷധ സസ്യത്തെ പറ്റി അറിയുന്നതും ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കുവാനും ഇത് കൂടുതൽ ഉപയോഗിക്കാനും അവർ തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ഭാരതത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ നന്നാറി ഉണ്ടായിരുന്നത്. നമ്മൾ ആണ് മറ്റു രാഷ്ട്രങ്ങൾക്ക് ഇത് പരിചയപ്പെടുത്തി കൊടുത്തത്. ഇനി ഇതിൻ്റെ രസം മധുര രസമാണ്, കൂടാതെ ശീതവീര്യമാണ്. ശീതവീര്യം പറഞ്ഞാൽ തന്നെ എന്താണ്, നമുക്ക് വേനൽക്കാലത്ത് എന്തുകൊണ്ട് അത് കൂടുതൽ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം രക്തശുദ്ധീകരണത്തിന്, ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ചെയ്യാനായിട്ട് ഉള്ള കഴിവ് ഇതിന് ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രക്തം ശുദ്ധീകരിക്കുമ്പോൾ നമുക്കറിയാലോ, തൊലിപ്പുറമേ ത്വക്ക് രോഗങ്ങളുള്ളവർക്ക്, അതായത് സോറിയോസിസ് പോലുള്ളവർക്കൊക്കെ തന്നെ നല്ലൊരു ഓപ്ഷനാണ് ഈ നന്നാറി. കാരണം ഇതിൽ നന്നാറി നമ്മളെ ശരീരത്തെ മൊത്തം ശീതീകരിക്കും, ശീതവീര്യമാണ്. അതുപോലെ തന്നെ ഇത് വേനൽക്കാല സമയത്ത് നമ്മളിത് കഴിക്കുമ്പോൾ ശരീരത്തിൽ നല്ലോണം വേർപ്പുൽപാദനവും മൂത്രം നല്ലോണം പോകാനും ഒക്കെ ശരീരത്തെ ഉത്തേജിപ്പിക്കാനുള്ള കഴിവ് കൂടി ഇതിനുണ്ട്. ഇനി മറ്റൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട്. ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ എല്ലാ ഗുണങ്ങളും നിറഞ്ഞതാണ് ഈ നന്നാറി. അതുകൊണ്ട് തന്നെ വാതരോഗം, അതായത് സന്ധിവാതം പോലുള്ള അസുഖങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഈ നന്നാറി വളരെ ഗുണപ്രദമാണ്. കാരണം അവരുടെ വേദനയ്ക്കൊരു ശമനം കിട്ടുവാനും ഇത് ശരിക്കും പറഞ്ഞാൽ കഫപിത്ത രോഗങ്ങൾക്ക്, അതായത് ശരീരത്തിലെ കഫത്തെയും പിത്തത്തെയും ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള മരുന്നാണ് ശരിക്കും നന്നാറി. ഇതുകൂടാതെ നമ്മുടെ പ്രകൃതിദത്തമായ ഹോർമോൺ ബാലൻസിങ് പ്രൊമോട്ടറാണ് ശരിക്കും പറഞ്ഞാൽ നന്നാറി. അങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് തോന്നുന്നു അല്ലേ? നമ്മുടെ ശരീരത്തിൽ പുരുഷ ഹോർമോൺ, സ്ത്രീ ഹോർമോൺ ഒക്കെ ഉണ്ടല്ലോ, അതിനെ ബാലൻസ് ചെയ്ത് ബോഡിയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, ഹോർമോണും ബാലൻസ്ഡായിട്ട് പ്രവർത്തിക്കാനുള്ള കഴിവും കൂടി ഈ ചെറിയ കിഴങ്ങിന് അല്ലെങ്കിൽ ഈ ഒരു ചെറിയ ചെടിക്കുണ്ട്. കണ്ടില്ലേ, ഇത് ഒരുപാട് സ്ഥലമൊന്നും എടുക്കുന്ന
ചെടിയല്ല, അത് നല്ലോണം മുകളിലേക്ക് പടർന്നു പോവും, അത്ര തന്നെ ആഴത്തിൽ താഴേക്കും വളർന്നു പോവും. ഇനി ഇത്രയും നമ്മളിതൊക്കെ പറയുന്നുണ്ട് അല്ലേ. മറ്റൊരു പ്രത്യേകത ഈ നന്നാരിയുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലബന്ധം, അതുപോലെ തന്നെ അസിഡിറ്റി, ഇതൊക്കെ എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നങ്ങളാണ്. ഇപ്പോൾ വേനൽക്കാല സമയത്ത് ഈ പറഞ്ഞോണം മലബന്ധവും കൂടും, അസിഡിറ്റിയും കൂടും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുടിക്കുന്ന ജലത്തിൻ്റെ അളവ് വളരെ കുറയും. നമ്മളാരും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, ധാരാളം വേർപ്പായിട്ട് പോകും. അപ്പോൾ എത്ര കുടിച്ചാലും പോരാ, ശരീരം അത്രയും നമുക്ക് തണുപ്പിക്കേണ്ടി വരും. അപ്പോൾ മലബന്ധം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ നറുനീണ്ടി മലബന്ധം, അസിഡിറ്റി ഇതിനെല്ലാം മറികടക്കാനായിട്ട് ശരീരത്തെ സഹായിക്കുന്ന ഒരു കിഴങ്ങാണ് നറുനീണ്ടി. അതുപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട്, മൊത്തത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹോർമോൺ ബാലൻസ് ചെയ്യാൻ, രക്തം ശുദ്ധീകരിക്കാൻ, തൊലിപ്പുറമേ വരുന്ന രോഗങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ, അതുപോലെ തന്നെ വാദ സംബന്ധമായ വേദനകൾ അനുഭവിക്കുന്നവർക്കും ഒക്കെ ഒരു സുഖം നൽകുന്ന കിഴങ്ങാണ് നറുനീണ്ടി. അപ്പോൾ എത്ര ഗുണങ്ങളാണ് ഒരു ചെടിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കിഴങ്ങിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്നിപ്പോൾ മനസ്സിലാവുമല്ലോ. ഇനി നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ടോക്സിൻസ് നമ്മുടെ ശരീരത്തിലുണ്ടാവും. അപ്പോൾ ഇതിനെയെല്ലാം നമ്മുടെ ശരീരത്തിന് പുറന്തള്ളണം അല്ലേ. അപ്പോൾ ഈ ടോക്സിൻസിനെ പുറന്തള്ളാൻ, ഈ ശരീരത്തെ ഉത്തേജിപ്പിക്കാനുള്ള കഴിവും കൂടി നറുനീണ്ടിക്കുണ്ട്. അപ്പോൾ എത്രമാത്രം ഈ ഒരൊറ്റ കിഴങ്ങ് അല്ലെങ്കിൽ ഈ ഒരൊറ്റ ജ്യൂസിലൂടെ നമ്മുടെ മൊത്തത്തിൽ ശരീരത്തെ ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യണേ. മറ്റു രോഗങ്ങൾക്കെതിരെ പോരാടാനുള്ള കഴിവ് കൂട്ടി നമ്മളുടെ ശരീരത്തെ കൊണ്ട് തന്നെ രോഗങ്ങളെ ചെറുക്കാനായിട്ട് നമുക്ക് കഴിവ് നൽകാണ്. അപ്പോൾ നല്ല വേനൽക്കാല സമയത്ത് നല്ല നന്നാരി ചേർത്ത ചെറുനാരങ്ങ ചേർത്ത സർബത്ത് കുടിക്കുമ്പോൾ, ഇപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡാണ് നന്നാരി സർബത്ത് എന്നാണ് നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുക. ഈ ട്രെൻഡ് എന്നുള്ള അവസ്ഥ വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുടിക്കുമ്പോൾ അത്രയും സുഖം എന്നുള്ളൊരവസ്ഥ നമുക്ക് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ചെറുനാരങ്ങയ്ക്ക് അപ്പുറം അതിൽ ചേർത്തിരിക്കുന്ന നന്നാരിക്കിഴങ്ങിൻ്റെ ഗുണമാണ് നമ്മൾക്ക് ആ സുഖം എന്നുള്ള ഫീല് തരണത്. അപ്പം അത് കുടിക്കുമ്പോൾ ആ പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ട്. ഇവിടം കൊണ്ടും തീർന്നിട്ടില്ല കേട്ടോ നറുനീണ്ടി വിശേഷങ്ങൾ. ഇപ്പം കിഡ്നി പേഷ്യൻസ് അല്ലെങ്കിൽ ലിവർ പേഷ്യൻസ് എൻ്റെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ ചില എന്താ പറയുക വിട്ടുവീഴ്ചയില്ലാത്ത ജീവിത രീതികൾ, ഇതൊക്കെയാണ് നമ്മളിതിലേക്ക് നയിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന കിഡ്നി പേഷ്യൻസിനായാലും ലിവർ പേഷ്യൻസിനായാലും നന്നാറി കുടിക്കുന്നത് കൊണ്ട് ഗുണമേ ഉള്ളൂ. എന്താ പോന്ന് വെച്ചാൽ ഇതിന് ഞാൻ പറഞ്ഞു തുടക്കത്തിലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണമുണ്ട് പറഞ്ഞു, ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ, ഇത്രയും ഗുണങ്ങളുള്ളതാണ് നന്നാറി. അപ്പോൾ നമ്മുടെ ബോഡിയെ മൊത്തത്തിൽ ഉത്തേജിപ്പിക്കുകയാണ്. ഇത് കൂടാതെ ഇതിന് ആൻറ്റി ക്യാൻസർ, അതായത് ക്യാൻസർ വിരുദ്ധ ഗുണങ്ങൾ കൂടി ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസർ, ലിവർ ക്യാൻസറൊക്കെ അനുഭവിക്കുന്നവർക്ക് നറുനീണ്ടി സർബത്ത് നല്ലതാണ്. ഈ നറുനീണ്ടി സർബത്ത് ഞാൻ കുട്ടികളൊക്കെ കേൾക്കുമ്പോൾ കുറച്ചും കൂടി ഇമ്പം തോന്നാൻ വേണ്ടി സർബത്ത് എന്ന് പറയണമെന്നേ ഉള്ളൂ. നമുക്കത് വിദ്യാവണ്ണം എങ്ങനെ വേണമെങ്കിലും നമ്മുടെ അസുഖത്തിനനുസരിച്ച വിധത്തിൽ മാറ്റിയെടുത്ത് നമുക്കത് നിത്യജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പം ഒരുപാട് ഗുണങ്ങൾ നിറഞ്ഞ കിഴങ്ങാണ് നറുനീണ്ടി. അതാണ് ഇതിൻ്റെ സംഗ്രഹം. നമ്മുടെ ശരീരത്തെ എല്ലാ വിധേനയും ഉത്തേജിപ്പിച്ച് ക്യാൻസർ ആയാലും ലിവർ ആയാലും കിഡ്നി ഡിസീസസ് ആയാലും തൊലിപ്പുറമേയുള്ള അസുഖങ്ങളായാലും എല്ലാത്തിൽ നിന്നും ബോഡിയെ തണുപ്പിച്ച്, ബോഡിയെ ഉത്തേജിപ്പിച്ച്, രക്തത്തെ ശുദ്ധീകരിച്ച് നമ്മളെ ഉണർവുള്ളവരാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ നറുനീണ്ടി പോലുള്ള കിഴങ്ങുകൾ അല്ലെങ്കിൽ സസ്യങ്ങൾ തന്നെ പ്രകൃതി നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള വേനൽക്കാലത്തായാലും ഇനിയൊരു നറുനീണ്ടി കഴിക്കുമ്പോഴായാലും ഗുണങ്ങൾ അറിഞ്ഞുകൊണ്ട് കഴിക്കുമ്പോൾ നമ്മൾക്കതിനോടുള്ള ഇഷ്ടം കുറച്ചും കൂടെ കൂടും. കാരണം ഇത്രയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ ഈ ഒരൊറ്റ കിഴങ്ങിൽ നിന്ന് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നന്നാറി അല്ലെങ്കിൽ നറുനീണ്ടി അല്ലെങ്കിൽ സൽസ, ഇതുമല്ലെങ്കിൽ നമ്മൾക്ക് എന്താ പറയുക. അപ്പോൾ ഇതാണ് നന്നാറി. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ. ഇത് ഇവിടെ നമ്മുടെ വൃന്ദാവൻ ഗാർഡനിലുള്ള കുറച്ച് തൈകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കൊണ്ടുവച്ചു എന്നേ ഉള്ളൂ.
വലുതൊരെണ്ണം നമ്മളവിടെ പടർത്തി വിട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കും അതിൻ്റെ കിഴങ്ങൊക്കെ ഒന്ന് കാണുകയും ഒക്കെ വേണമല്ലോ. ഇതിൻ്റെ ചെറിയ കുഞ്ഞു തൈകളാണ് നമ്മളിവിടെ കൊടുക്കണത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, അത് ആഴത്തിൽ വളരുന്ന കാരണം ഇങ്ങനെ ചെറിയ കവറിൽ വെച്ചാൽ പോരാ. അപ്പോൾ അത് കൊണ്ടുപോയി നിങ്ങളുടെ മണ്ണിൽ നട്ടാൽ തന്നെ അത് ധാരാളമായിട്ട് താഴേക്ക് ഇറങ്ങി നന്നായിട്ട് വളരുകയുള്ളൂ. അപ്പോൾ നന്നാറി എന്താണ് എന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മളെ പ്രകൃതി അനുഗ്രഹിച്ചു തന്ന ഒരു വരദാനങ്ങളിൽ ഒന്നാണ് നന്നാറി. അപ്പോൾ വീണ്ടും അല്ലെങ്കിൽ മറ്റൊരു ഔഷധ സസ്യത്തെ ഞാൻ പരിചയപ്പെടുത്താം. അതുവരേക്കും നമസ്കാരം. എല്ലാവരും തുടർന്നും സപ്പോർട്ട് ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമസ്കാരം.